ഹലോ, അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പുതിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതുപോലത്തെ മോഡൽസ് ഇനിയും വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ്. ആൻഡ് ഈ സ്ക്വയറിലെ പോയിന്റ് എയിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 ആൻഡ് -5 എന്നിവയാണ്. ഇനി ABCD ഈ പോയിന്റ്സുകളിലൂടെ നമ്മൾ ഡയഗണലായിട്ട് ലൈൻസ് വരയ്ക്കണം. ABCD എന്നീ പോയിന്റ്സുകളിലൂടെ ഡയഗണൽസ് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ P എന്ന് പറയാം. ആൻഡ് ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് കോർഡിനേറ്റ്സ് തരുന്നുണ്ട് 1 ആൻഡ് 0 എന്നിവയാണ് P എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ്. സോ ഇത് ബേസ് ചെയ്തുകൊണ്ട് BCD എന്നിവ കണ്ടുപിടിക്കുക. ഓക്കെ, പോയിന്റ് B, പോയിന്റ് C, പോയിന്റ് D എന്നിവ കണ്ടുപിടിക്കുക. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ ആണ് എന്ന് തരുന്നുണ്ട് അല്ലേ. സോ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. സോ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് പോയിന്റ് P, ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡിയിലോട്ടും സിയിലോട്ടും എയിലോട്ടും ആൻഡ് ബിയിലോട്ടുമുള്ള ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതായത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇവയുടെ ഡയഗണൽസ് എന്തായിരിക്കും? ഒരേ ഡിസ്റ്റൻസ് അല്ലേ കീപ്പ് ചെയ്യുക. ബിയിൽ നിന്നും ഡിയിലേക്ക് വരച്ചാലും സിയിൽ നിന്നും എയിലേക്ക് വരച്ചാലും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഇത് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും നമ്മൾ ബിയിലോട്ടോ ഡിയിലോട്ടോ സിയിലോട്ടോ എയിലോട്ടോ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുമ്പോഴും അതും എന്തായിരിക്കും? സെയിം ആണ് കിട്ടുക അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഓരോ ഡയഗണൽസ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിയിൽ നിന്നും എയിലോട്ട് ഡയഗണൽ വരച്ചു ആൻഡ് ഡിയിൽ നിന്നും ബിയിലോട്ടൊരു ഡയഗണൽ വരച്ചു. ആൻഡ് ഇവ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ P എന്ന് പറയുന്ന പേര് കൊടുത്തു. ആൻഡ് ഇതിൻ്റെ നമ്മുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആൻഡ് 0. അപ്പം നമുക്കിവിടെ A എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നോക്കാം. A എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 1ഉം വൈ കോർഡിനേറ്റ് -5ഉമാണ്. ഓക്കെ, സോ P എന്ന് പറയുന്ന പോയിന്റിലെയും നമ്മുടെ എക്സ് കോർഡിനേറ്റ് ശ്രദ്ധിക്കാം. എക്സ് കോർഡിനേറ്റ് എത്രയാണ് വരുന്നത്? 1 തന്നെയാണ്. കാരണം ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. പോയിന്റ് എയിൽ നിന്നും എക്സ് ആക്സിസിലോട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെയല്ലേ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1 ആണ്. പോയിന്റ് പിയുടെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് എയുടെയും എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 1 തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതേ സെയിം ആണ് എവിടെയും വരുന്നത്? സിയിലും വരുന്നത്. ഓക്കെ, അപ്പോൾ സിയുടെ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. എ എന്ന് പറയുന്ന കോർഡിനേറ്റിൽ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 1 ആണ്. അതേപോലെ സിയിലെയും എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 1 തന്നെയാണ്. കാരണം സിയിൽ നിന്നും പിയിലോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഈ എക്സ് ആക്സിസിലോട്ട് വരച്ചു കഴിഞ്ഞാൽ, പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരച്ചു കഴിഞ്ഞാൽ 1ൽ തന്നെയാണ് ചെന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ എക്സ് കോർഡിനേറ്റ് നമുക്ക് 1 ആണ് എന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വൈ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പി എന്ന് പറയുന്ന ഈ പോയിന്റിലോട്ട് വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള നമ്മുടെ വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? 0 ആണ്. 0യിൽ നിന്നും നമ്മളിവിടെ എ എന്ന് പറയുന്ന പോയിന്റിലെ വൈ കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ -5 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 5 ആണ് ഡിഫറൻസ് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ, അതായത് സമചതുരമായതുകൊണ്ട് തന്നെ, ഓക്കെ, സ്ക്വയർ അഥവാ സമചതുരമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ 4 സൈഡും 4 വശങ്ങളും തുല്യമാണ്. അതുപോലെ തന്നെ ഇവയുടെ ഡയഗണലും ഒരേ അളവായിരിക്കും വരിക. സോ പി എന്ന് വേണ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടേക്കൊക്കെ ഉള്ള ഡിഫറൻസ് എന്ത് തന്നെയാണ്? 5 തന്നെയാണ് വരുന്നത്. അതാണ് ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈസിലി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സി എന്ന് വേണ്ട പോയിന്റ് കണ്ടുപിടിക്കാം. സി എന്ന് വേണ്ട പോയിന്റിലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0യിൽ നിന്നും മേലോട്ട് നമ്മൾ 5 ആഡ് ചെയ്യണം. നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0യിൽ നിന്നും 5 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 0 + 5 = 5. അതായത് സി എന്ന് പറയുന്ന പോയിന്റിലെ വൈ കോർഡിനേറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിലെ വൈ കോർഡിനേറ്റ്സ്
അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ y കോർഡിനേറ്റ്സ് എത്രയാണ് വന്നിരിക്കുന്നത് 0 + 5 = 5. അപ്പോൾ 1 and 5 ആണ് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ്. ഇനി നെക്സ്റ്റ് ബി കണ്ടുപിടിക്കാം. ബി കണ്ടുപിടിക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ ബി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 1 അല്ലേ? പിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 1. അപ്പോൾ ബിയുടെ നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 1 + 5 എത്രയാണ് വരുന്നത്? 6. 1 + 5 എത്രയാണ്? 6. ബിയുടെ എക്സ് കോർഡിനേറ്റ് അപ്പോൾ എത്രയാണ് വരുന്നത്? 6 ആണ്. കാരണം ഇങ്ങോട്ട് മുമ്പ് ആഡ് ചെയ്ത് പോവല്ലോ വേണ്ടത്. ഓക്കെ, ഡിഫറൻസ് 5 ആണ്. അതുകൊണ്ട് തന്നെ ബിയുടെ എക്സ് കോർഡിനേറ്റ് വരുന്നത് 6 ആണ്. ആൻഡ് വൈയുടെ ദാറ്റ് മീൻസ് ബിയുടെ വൈ കോർഡിനേറ്റ് എന്താണ് വരിക? P0 ആണ്. ഓക്കെ, ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വന്ന് ചേരുന്നത് ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. വൈ ആക്സിസിലോട്ട് വന്ന് മുട്ടുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിയുടെ വൈ കോർഡിനേറ്റ് എന്ത് വരും? 0. ഓക്കെ, വൈ കോർഡിനേറ്റ് എത്രയാണ് വരുന്നത്? 0. ഇനി അടുത്ത് നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എക്സ് കോർഡിനേറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ? പിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 5 ആണ് ഡിസ്റ്റൻസ്. പക്ഷെ എന്താ ചെയ്യുന്നത്? കമ്മിയായി വരിക ചെയ്യുന്നത് അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 1 - 5 എത്രയാണ് വരിക? -4. അപ്പോൾ നമ്മൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാ? -4. ബാക്കിലോട്ട് പോകുന്തോറും എന്താ സംഭവിക്കുക? നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ടല്ലേ വരിക. ഓക്കെ, ബാക്കിലോട്ട് പോകുന്തോറും എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ട് വരും. അപ്പോൾ ഇത് 1 ആണ്. 1ൽ നിന്നും 5 പോയാൽ എന്താണ് വരിക? -4 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിയുടെ എക്സ് കോർഡിനേറ്റ് -4ഉം അടുത്തത് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഡിയുടെ വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് നമ്മുടെ വൈ ആക്സിസിലോട്ട് വന്ന് മുട്ടുന്നത് എവിടെയാണ്? ഇവിടെ തന്നെ അല്ലേ? സെയിം പോയിന്റിലല്ലേ? ഈ പോയിന്റ് എത്രയായിരുന്നു? വൈ കോർഡിനേറ്റ് ഓൾറെഡി പിയുടെ 0 ആയിരുന്നു. സോ ഇവിടെ എത്ര വരും? 0. അപ്പോൾ ഡിയുടെ വൈ കോർഡിനേറ്റ് നമുക്ക് എത്ര കിട്ടി? 0. അപ്പോൾ എ ബി സി ഡി 4 കിട്ടിക്കഴിഞ്ഞു. എയുടെ കോർഡിനേറ്റ്സുകൾ 1 -5, ബിയുടെ 6 0 ആൻഡ് സിയുടെ 1 5. ദെൻ ഇവിടെയോ -4 ആൻഡ് 0. അപ്പോൾ ഈ കണക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുമാത്രമല്ല, അപ്പോൾ ഇതൊരു എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലുള്ള എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി നെക്സ്റ്റ് വീഡിയോസ് വാച്ച് ചെയ്യണം കേട്ടോ.